വർഷങ്ങളിലെല്ലാം ദേശീയ സെമിനാറുകൾ സംഘടിപ്പിച്ച് എല്ലാ ഭരണ പ്രതിപക്ഷ നേതാക്കളെ കൊണ്ടുവരികയും പ്രസംഗിപ്പിക്കുകയും ഉണ്ടായി. അന്ധവിശ്വാസ നിർമ്മാർജ്ജന അനാചാര നിർമ്മാർജ്ജന നിയമം, സെക്യുലർ സിവിൽ കോഡ് നിർമ്മാണം, മതമുക്ത രാഷ്ട്രീയ നിയമം, നിയമപരിഷ്കരണ നിയമം ഇവയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവനും നിർവഹിക്കുകയുണ്ടായി. യുക്തിരേഖ എന്ന് പറയുന്ന മാസികയുടെ മുഖ്യാധിപരായിരുന്നു അദ്ദേഹം. ശാസ്ത്രാധ്യാപകനും പ്രഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനും ഭരണാധികാരിയും സൈദ്ധാന്തികനും സാംസ്കാരിക പ്രവർത്തകനും മാസ്റ്റർ. മേഖലകളിലായി അദ്ദേഹത്തിന് 34 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാമാന്യമായി അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കേരളീയ സമൂഹത്തിന്, പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ഉള്ള സമൂഹത്തിന് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. അത്രയും ജനസമ്മതനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം ഞങ്ങൾക്ക് യുക്തിവാദി സംഘത്തിലെ പ്രവർത്തകർക്ക് അങ്ങേയറ്റം പ്രയാസം നേരിട്ടിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തിന്റെ